Hello guys, welcome back to my channel. I'm back with a new reaction video that I'm going to give upon Megastar mashup 50 years of Mammoothism and birthday special, that is like 50 years completion of Mammootty sir. So this video was posted on 2021 August 1. So it's been 2 years back. So without wasting our time, let's see how the video is. And it was published by the channel name. Not getting now. Like frame. Wait a minute. Amal 369. It's the channel name. Okay, I'll just give the link also of this particular video in my description box. So here we go, and without wasting our time, let's get start. ഇന്ന് കഷ്ടപ്പെട്ട നാളെ മമ്മൂട്ടിയാവാൻ നിങ്ങളോട് ആരാ പറഞ്ഞു? വിജയിച്ച ഒരു മമ്മൂട്ടിയെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. മമ്മൂട്ടിയേക്കാൾ കഷ്ടപ്പെട്ട് ജീവിതം തന്നെ നഷ്ടപ്പെടുത്തിയ 100 പാവങ്ങളുണ്ട് ഇവിടെ. അവരെ ഒന്നും ആരും കേൾക്കുക ചെയ്യുന്നുണ്ടാവില്ലേ? ഞാൻ സിനിമയിൽ അഭിനയിക്കാനുള്ള മോഹം ഞാൻ സിനിമ കാണാൻ തുടങ്ങിയ പോലുള്ളതാണ്. പക്ഷേ എന്നിട്ട് സിനിമയിലേക്ക് ഈ പറഞ്ഞ പോലെ നേരത്തെ മദ്രാസിലേക്ക് വണ്ടി കയറി അവിടെ പോയി അലഞ്ഞിരുന്ന് പൈപ്പിൽ വെള്ളം കുടിച്ച് സിനിമ ചാൻസ് ചോദിക്കാനുള്ള മണ്ടത്തരം ഞാൻ കാണിച്ചിട്ടില്ല. ഞാൻ പഠിച്ച് എന്തെങ്കിലും നമ്മുടെ സ്വന്തമായ ഒരു ഇൻഡിപെൻഡന്റ് പ്രൊഫഷൻ ചെയ്യാവുന്ന ഒരു തൊഴിൽ പഠിച്ചതിന് ശേഷമാണ് ഞാൻ സിനിമയിൽ ട്രൈ ചെയ്തത്. സിനിമയിൽ വരുന്നതിന് മുമ്പ് ഇക്കയുടെ ഫേവറേറ്റ് ആക്ടർ? സിനിമയിൽ വരുന്നതിന് മുമ്പ് എന്റെ ഫേവറേറ്റ് ആക്ടർ ഞാൻ തന്നെയായിരുന്നു. ഞാൻ എങ്ങനെയും നന്നാവണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചു. What do you know about it? Only one thing, sir. He's a different man with different moods and tastes. എന്നെ വീഴ്ത്തിയിട്ട് നല്ല തന്തയ്ക്ക് പറഞ്ഞ എത്ര പേരാ മണ്ണിൽ ചവിട്ടുമെന്ന് കാണാം. அவன் ஹாஸ்பிட்டல் திரும்பி வரல. இந்த சூரிய இருக்க மாட்டான். നാക്ക് വിനപ്പെടുത്തുന്നത്. एक और बात भी है सर. वो क्या? If any of you like to leave, feel happy to do so now. So, let's begin. ചോദിക്കാറുണ്ട് ചിലരുടെ ഇന്റർവ്യൂ, മമ്മൂട്ടി ഉദ്ദേശിച്ചിട്ടാണോ അത് എഴുതിയത്? അല്ല, മമ്മൂട്ടി ഉദ്ദേശിച്ചിട്ടൊന്നും എഴുതാം. പക്ഷെ എഴുതി കഴിയുമ്പോൾ തോന്നും മമ്മൂട്ടി കൊള്ളാമെന്ന്. പിന്നെ അതേപോലെ മലയാളത്തിൽ വരുന്ന പടങ്ങളെല്ലാം വൃത്തികെട്ട രീതിയിലായിരുന്നു അവർ റിലീസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതൊന്ന് എല്ലാവരും തിരിഞ്ഞു നോക്കത്തക്ക വിധം മമ്മൂക്കയുടെ നിറക്കൂട്ട്, ന്യൂ ഡൽഹി, ഈ പടങ്ങളൊക്കെ വന്നപ്പം ആളുകളെല്ലാം മലയാള സിനിമയെ നോക്കാൻ തുടങ്ങി. இதுவரைக்கும் தேவராஜை பார்த்தா எல்லாருக்கும் பயம். ஆனா நீ வந்ததுக்கு அப்புறம் பயம் மட்டும் இல்ல, மரியாதை சேர்ந்திருக்கு. என்ன பார்த்து கையெழுத்து கும்பிடுறாங்க அன்போட. நீ நல்லா இருக்கிறது മനസ്സാരെ சொல்றாங்க. കറക്റ്റ് അവസരമുണ്ട്. അജന്തയിൽ ആദിഭാവം കണ്ടുകൊണ്ട് നടക്കുന്ന ടൈമിൽ നമ്മൾ ഈ സിനിമ ഇട്ടതാ. ഇതിന്റെയൊക്കെ ഇക്കാനോടൊക്കെ ചോദിച്ചാൽ അറിയാം. ഞാനൊക്കെ ഏത് വേഷം ചെയ്താലും അതിനൊരു റെഫറൻസ് മമ്മൂക്കയുടെ ഒരു സിനിമയിൽ ഉണ്ടാവും. ഞാൻ കുറഞ്ഞു അഭിനയിക്കാനായിട്ടുള്ള പോകുന്ന സമയത്ത് ചാവനൊരുങ്ങാൻ സംസാരിച്ചിട്ടുണ്ട്. ചാവനോട് മലയാളത്തിലെ 2 സിനിമകളുണ്ട്, ഈ സിനിമകൾ വരുമെന്ന് കാശ് പോകാൻ പറ്റും. മമ്മൂക്കയുടെ സിനിമകളാണ്. എന്തായി? കാരണം അത്രത്തോളം ഒരു ഒരു എൻസൈക്ലോപീഡിക്കാണ് മമ്മൂക്കയുടെ എക്സ്പീരിയൻസും മമ്മൂക്കയുടെ സിനിമകളും. അറിയാലോ, മുട്ടിയാണ് ഡാനിയൽ തോംസൺ ആയിരിക്കാം എന്നുള്ളത് ഞാൻ തിരുത്തുന്നു. സാറാ ജോസഫിന്റെ പ്രസിദ്ധമായ നോവൽ ശ്യാം സിനിമയാക്കുമ്പോൾ മമ്മൂക്ക ആ ചാൻസ് കളയും. ഈ ചാൻസത്തിന് അറിയാവുന്നത് പറയാം. There is a period in 85-86 was big decline. Yes, what happened? What went wrong? I think it was during my repetition of roles, which is a family man, businessman kind of thing. കുറച്ചുകൂടെ ഒന്ന് സ്പീഡാക്കും. ഒന്നും തീരുമാനിച്ചില്ല. ഉഷയുടെ കല്യാണത്തിന് ഇനി 2 ആഴ്ചയല്ലേ ഉള്ളൂ. ഈ സാഹചര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ട്. ആ ശബ്ദം, ഇറ്റ് ഈസ് വെരി ഫെമിലിയർ. ക്രിയേറ്റർ, സൃഷ്ടാവ്, ദൈവം. സുരേഷ് പറഞ്ഞത് ശരിയാണ്. ഐ എം ഗോഡ്. From there I started reinventing. I got a chance again with Mr. Joshi in New Delhi. That's the new start. Actually, I started as an actor from there on. പഴയ നവഭാരത് ടൈംസിലെ വെറും ജി കൃഷ്ണമൂർത്തി, ഇന്ന് വിശ്വനാഥ്. ബൈ ചാൻസിന് കിട്ടിയതാണെങ്കിലും നല്ല പേര് വിശ്വനാഥ്, വിശ്വത്തിന്റെ നാഥൻ.
അത് മമ്മൂട്ടിയാണ്. നീ എന്തിനു ചെക്ക് പോസ്റ്റിലെ കായകൾ കൊടുത്തതിന്റെ പോസ്റ്റുകൾക്ക് അന്തരാക്താണെന്ന് വന്ന് കുത്തിവെച്ച് വന്ന ഞാൻ പെട്ടി പണം മുടക്കി കാശിക്ക് വന്നു. ഇത് മുതല് വേറെ എല്ലാം കൈവെക്കുമ്പോ തോളിലെ നക്ഷത്രത്തിന്റെ കണക്കോ ഇരിക്കുന്ന സ്ഥാനത്തിന്റെ മഹിമയോ ഞാൻ നോക്കാറ്. അതാ ശീലം. ഇതിന്റെയും മുകളിൽ തൃക്കണ്ണ് തുറന്നാൽ സർവ്വതം ചാമ്പലാക്കാൻ ശേഷിയുള്ള പരമശിവന്റെ പുത്രൻ ഷൺമുഖനെ അവര് മറന്നു. ഒരു വോയിസ് കൺട്രോളാണ് മായാവി. പിന്നെ ഒരു സൂപ്പർ താരം എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നതിനേക്കാൾ ഒരു നല്ല നടൻ എന്ന് വിളിക്കുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ഞാൻ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളത് മമ്മൂക്കയുടെ സിനിമകൾക്ക് ഉള്ള പ്രത്യേകത മമ്മൂക്കയുടെ കണ്ണമിടറിയാൽ കണ്ണുകളോട് ഞാൻ ചോദിച്ചു. മമ്മൂക്കയുടെ കണ്ണെന്ന് നിറഞ്ഞാൽ നമ്മുടെ കണ്ണ് നിറയും. അപ്പോഴോട് കള്ളം പറയുമില്ല. മോന്റെ മിന്നു വരില്ല. നീ എന്റെ വീട്ടിലേക്ക് വരുന്നോ? എന്റെ വീട് ഭാസ്കർ പയ്യനുമായിട്ട് കാറിൽ പോകുമ്പോ മമ്മൂക്കയുടെ അടുത്ത് ആ പയ്യൻ ചോദിക്കുന്നുണ്ട്, എന്റെ മമ്മിയും ഇതുപോലൊക്കെ തന്നെ ആയിരുന്നിരിക്കും അല്ല പപ്പ? ആന്ന് ഉടനെ പറയരുത്. അതുകൊണ്ട് ഒരു ഡിലേ ഒന്ന് ആ സമയത്തേക്ക് ഒരു വൈകുന്ന സമയത്തേക്ക് കണ്ടുവന്ന് എന്റെ കണ്ണ് നിറക്കും. ഒരച്ഛന്റെ മനസ്സ് സാറ് മനസ്സിലാക്കണം. ഇതിലാരാണ് എന്റെ സ്വന്തം മകൾ? എന്റെ പൊന്നുകൂടെ ഒന്ന് കാണട്ടെ. അറിഞ്ഞില്ലല്ലോ പൊന്നെ. എന്റെ മോളും ചിരിച്ചാ മതിയായിരുന്നു. இதுக்கு மேல என்ன பண்றதுன்னு அப்பா புரியல. அப்ப என்னதான் பண்ணணும் பாப்பா? ఈ అనంతరామ శర్మ సరిగమలతో చదరంగం ఆడుకునే త్వర తామ్రాటు పోయో. അമ്മ എന്നല്ല ഞാൻ പറഞ്ഞില്ല അമ്മ വരും. ഒരു കാലഘട്ടം മുഴുവൻ ഇദ്ദേഹത്തെ തേടി വരുന്ന എല്ലാ റോളുകളും വളരെ സീരിയസ് ആയിട്ടുള്ള റോളുകളായിരുന്നു. ന്യൂഡൽഹി ഉൾപ്പെടെ, തനിയാവർത്തനം ഉൾപ്പെടെ. നമുക്ക് അങ്ങനെയുള്ള ഒരു കുടുംബനാഥൻ, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരാൾ. നിർത്തണോ? ഒരു സൗഹൃദ സംഭാഷണത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഹോട്ടൽ പങ്കജിൽ വെച്ച് ഞങ്ങൾ രണ്ടുപേരും മാത്രം മുറിയിലുള്ളപ്പോൾ ഞാൻ നമ്മൾ വിട്ടുപിരിഞ്ഞ MG സോമനും സോമൻ ചേട്ടനും ഞാനുമായിട്ടൊരു ട്രെയിൻ യാത്ര, ഒരു 10-25 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു കോമഡി യാത്രയാണത്. അത് മമ്മൂക്കയെടുത്ത് ഞാൻ പറഞ്ഞു കൊടുത്തു. മമ്മൂക്ക കൊച്ചുകുട്ടികളെ കണക്ക് ഭയങ്കരമായിട്ട് ഓരോരോ ജംഗ്ഷനിൽ ഭയങ്കരമായി പൊട്ടിച്ചിരിക്കുകയും ആസ്വദിക്കുകയൊക്കെ ചെയ്തു. കഥ എവിടെ തീരുന്നില്ല. 2 ദിവസം കഴിഞ്ഞ് ഇദ്ദേഹം എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഒരു പ്രത്യേക കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത്. ഞാൻ വലിയ ത്രില്ഡാണ്. എന്താണ്? നീ മെനഞ്ഞാന്ന് പറഞ്ഞു തന്ന ആ കഥയിൽ എൻ്റെ 2 സുഹൃത്തുക്കൾ ഇന്നലെ വന്നു. പത്രത്തിലേക്കുള്ള ആൾക്കാരാണ്. ഞാൻ ആ കഥ പറഞ്ഞിട്ട് അവരെല്ലാം ഭയങ്കരമായിട്ട് ചിരിച്ചതാണ്. അപ്പൊ എനിക്കും ഇതൊക്കെ പറ്റും എന്ന് പറഞ്ഞിട്ടൊരു വലിയ സ്പാർക്ക് ഞാനാണ് ഇട്ടുകൊടുത്തത്. അതിനുശേഷമാണ് രാജമാണിക്യം ഉൾപ്പെടെയുള്ള തമാശ പടങ്ങൾ അഭിനയിച്ചെന്ന് ഞാൻ എന്തൊരാളല്ലേ ബോധ്യവാരി. ചേരുവാണോ? കുന്നുംകുളത്താരൻ ചേരും അല്ല, പിന്നെ നിങ്ങളാരാ? ഞാനൊരു മനുഷ്യൻ. ആളിനെ കാണാൻ നല്ല ചന്തമുണ്ട്. ചന്തമൊക്കെ ഉണ്ട്. എന്താ പ്രയോജനം? ഈ എറിയാ അറിയാവുന്നതിന്റെ കയ്യിൽ ദൈവം വടി കൊടുക്കൂല. എന്റെ ചക്കരയെ വടി വെട്ടാൻ പോയിട്ടല്ലേ ഉള്ളൂ. ഇനിയാണ് അടി. അല്ല, നിങ്ങളെ ആരും പ്രേമിക്കാൻ പറ്റില്ല. നിന്നെ ആരും പ്രേമിക്കാൻ പറ്റില്ല. മോളെ, ഞാനൊരു ഉപദേശം, ഫ്രീ ആയിട്ട് പ്രേമിച്ചിട്ടില്ലെങ്കിൽ പ്രേമിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കരുത് മക്കളെ, പാഴാക്കരുത്. ഉണ്ട്. തനിക്ക് അബൂനെ പോലിരിക്കുന്ന വേറൊരു മകനുമുണ്ട്. അവരല്ലേ ഇന്നലെ തന്റെ വേഷത്തിൽ മന്ത്രിയുടെ വീട്ടിലെത്തിയത്. അടക്ക് തലക്ക് വെളിവില്ലടോ. എന്ത് പൂരം കാണാൻ നിൽക്കാണ്? വീട്ടിൽ പോടാ. അപ്പോ കുഞ്ഞുമോനെന്ന യൂസ്ലെസ്സിനെ ഒതുക്കുന്നു, നമ്മൾ തമ്മിൽ കാണുന്നു, ഗിഫ്റ്റ് കൈമാറുന്നു. അതുവരേക്കും ഒരു ചിന്ന ബ്രേക്ക്.
ഇപ്പോഴും പലരും വിചാരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫൈറ്റ് ഒക്കെ ഞാനാണ് ചെയ്യുന്നത്. ട്രോളുകളൊക്കെ ഇറങ്ങി. മധുരരാജയില് ഫൈറ്റ് സൂപ്പർ ആയിരുന്നു ആക്ച്വലി ഇതാണ് നമുക്ക് ട്രോൾസ് ശ്രദ്ധിക്കാറുണ്ടോ? ഇപ്പൊ തോട്ടത്തിലേക്ക് പോകണ്ട, കാറ്റാപ്പിൽ വടക്കം വരുന്ന ആളിറക്കിയിട്ടുണ്ട്. ഓടാ പോയി കാണേണ്ടവരെ കണ്ടിട്ട് കൊടുക്കേണ്ടത് കൊടുത്തിട്ട് വാ. ഓ ഉഷയെ മനസ്സിൽ കാണിച്ച് കൂടെ പിടിച്ചോണം. ഞാൻ പറഞ്ഞ് അതൊന്നും ഞാൻ സ്റ്റണ്ട് ഡൂപ്പല്ല. ഞാൻ അദ്ദേഹത്തിന് 3 ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ ബോഡിയായിട്ട് അഭിനയിച്ചെന്നുള്ള, അല്ലാണ്ട് ഒരു ചിത്രങ്ങളിലും ഞാനില്ല. പിന്നെ സെറിക്കൊന്ന് എന്റെ പൊന്ന് സേവിച്ച ഒരു നഖം വെട്ടി പോലും കൈ കരുതാതെ ഇവിടെ നിന്റെ പിള്ളേരുടെ കയ്യിലെല്ലാം ടൂൾസ് കാണുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു കാര്യം പറയാനാ ഞാൻ വന്നത്. പറഞ്ഞിട്ട് ഞാനങ്ങ് പോകും വന്ന പോലെ. ആ ഉറപ്പെനിക്കുന്നു. അപ്പു என்ன அடி இது? நம்ம மதுரை அடி கிடைக்காதா? ஆமாத்தே. டேய் அடினா அடி எப்படி அடிக்கணும் தெரியுமா? பாரு பாட்டை கிளப்புறேன். போடுங்களா டேய். എന്തൊരു ഡേയ്? ആദ്യ അടി, അതിനപ്പുറം പ്യാച്ചി. അവിടെ ഗോതമ്പുണ്ടല്ലോ, എത്ര പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞതാ കഴിവ്. പറഞ്ഞാലേ ഒരു കാലത്ത് ഈ സിറ്റിയിലെ മുഴുവൻ ബോൾസ് അവർക്കൊന്നും അല്ലായിരുന്നു, അറിയാമോ? അത് പണ്ടത്തെ കഥ. പക്ഷെ ആ പ്രായത്തിൽ ഇപ്പൊ തപ്പി നോക്കിയാ കാണോ പറയും സാറേ? എവിടുന്ന് ആന്റണി തന്നെ കൊണ്ട് പറ്റുന്ന പറ്റുമല്ലോ. ആന്റണി പഴയ സ്വഭാവം ഉണ്ടെന്ന് വെച്ചിട്ടുള്ളൂ, ആണത്തം പണയം വെച്ചിട്ടില്ല. കട്ടുപറയാൻ ഇവിടെ ഒരുത്തരുമായിട്ടില്ല. Actor in Malayalam, I think Mammootty sir definitely is like, there is nobody. I mean, he's ruling the roost for so many years, and I really want to ask him the secret. അല്പസ്വല്പം എന്റെ ചെറുപ്പത്തിൽ അഹങ്കരിച്ചിരുന്ന എനിക്ക് സ്വയം പ്രായമായി തുടങ്ങിയെന്ന് തോന്നിയത് മമ്മൂക്കയോടൊപ്പം ഒരു 30 ദിവസം ഷൂട്ടിംഗ് ഏർപ്പെട്ടവരാണ്. മാക്സിമം ഏജ് ലിമിറ്റ് 25. ഇതൊക്കെ നോക്കിയിട്ട് വേണ്ട ചേട്ടാ വരാൻ. ചേട്ടന് എത്ര വയസ്സ്? അതിനോട് പ്രസക്തിയില്ല. ലാഹോറിലെ ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ തെറ്റ നാടിന് ഒറ്റിക്കൊടുത്ത ഇന്ത്യക്കാരായ പോലീസുകളെ നെഞ്ചില് ഇപ്പം കൂടെ പോലെ 1000 തവണ വീണ കയ്യാത്. ഗ്രഹണി പിടിച്ച എന്റെ നെഞ്ചും കൂടെ തകർക്കാൻ ഇന്നൊരു ചെറുപറിൽ വേണ്ട സാഹിബിനെ. എങ്ങനെ നീ ഫയർ കൊണ്ടുവരുന്നു? കാശിനോട് ഐ എം വെരി സിൻസിയർ പ്രൊഫഷൻ, ഡെഡിക്കേറ്റഡ്. ഐ എം പാഷനേറ്റ്, ഐ ലവ് ആൻഡ് മാഡ്, ഐ എം ക്രേസി അബൌട്ട് ദാറ്റ്. പക്ഷെ എനിക്കൊരു വലിയ ആത്മധൈര്യം എന്ന് പറയുന്നത് ഇത്രയും തേച്ച് നിൽക്കാമെങ്കിൽ ഇനിയും തേച്ചാൽ ഇനിയും ഇതാ എന്റെ വക ഒരു സമ്മാനം. ഒരു കാര്യം പറയണം. അങ്കിളെ, കൊച്ചി പഴയ കൊച്ചിയല്ല. പുലിയാണ് കേട്ടാ. നമ്മൾ ഒരു വരവിടെ വരേണ്ടി വരും. ഒറ്റപ്പേര് ബിലാൽ ജോൺ കുരിശിങ്കൽ. സേതുരാമൻ ബുദ്ധിയുള്ള ഇനമാന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഈ പേര് നന്നായി ചേരും. സേതു രാമൻ. ഞാൻ എന്തായാലും തൽക്കാലം തിരിച്ചു പോകുന്നില്ല. സോ യു ആർ ഇൻ ദ ഗെയിം. പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിച്ചു അല്ലേ? അതെ സാർ. സ്വാമിയെ നിന്നേ, അങ്ങനെ അങ്ങ് പോയാലോ? ഇനി പോവാലോ. നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞു, നമുക്കിനി സ്ലോ മോഷനിൽ പോവാം. എനിക്ക് വേണ്ടി கொஞ்சம் നേരെ ഒതുക്കി വെച്ചതിന് ரொம்ப നന്ദിയുണ്ട്. Still I'm into that video only. What a journey, guys. What a journey of Mammootty sir. The way he started his journey, he was rejected for his voice, and now he's known for so many of voice modulation and so many of slangs, how he speaks in his movies, and is really too good. The way all the characters he played, it is really, really, really incredible, and his journey is really too tough, and that's why he is a king of Mollywood. And yeah, this 50 years journey in cinema of Mammootty is too good, too amazing, and too up and downs, but once a king, always a king. It is
Mammootty sir only. So yeah guys, this was my reaction. I really loved the journey of Mammootty sir in this video. I literally loved it. I'm into that video only. I cannot like explain in words like how I am feeling for him right now, because he is really too good in acting, and the way they created his journey in this video is amazing guys, amazing. This was my reaction. If you loved it, hit the like button, subscribe my channel and press the bell notification to get all the videos updates as soon as possible when I post it. So we will meet in the next video soon. Tab tak le, goodbye.